സ്കൂൾ തുറന്ന 6-ാം പ്രവൃത്തി ദിവസം ആധാർ അനുസരിച്ച് തലയെണ്ണി റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശമാണ് അധ്യാപകരെ വെട്ടിലാക്കുന്നത്. ഇതനുസരിച്ച് ഈ വർഷം ജൂൺ 10-ന് ആധാറുള്ള കുട്ടികളുടെ എണ്ണം സ്കൂൾ നൽകേണ്ടി വരും. 6-ാം പ്രവൃത്തി ദിവസത്തിന്റെ അന്ന് വൈകുന്നേരം 5 മണിക്കകം മാനേജർമാരോ പ്രധാനാധ്യാപകരോ പ്രവേശനം നൽകിയ കുട്ടികളുടെ ആധാർ നമ്പറുകൾ സമ്പൂർണ്ണ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. ആധാർ എണ്ണം നൽകേണ്ട ദിവസത്തിനു മുമ്പ് തന്നെ കുട്ടികൾക്ക് ഉണ്ടെന്ന് ഉത്തരവാദപ്പെട്ടവർ ഉറപ്പുവരുത്തണമെന്ന് വകുപ്പ് നിർദ്ദേശത്തിലും അധ്യാപകർ ആശങ്കയിലാണ്. ആധാർ കാർഡ് നൽകേണ്ടത് നിയോഗിക്കപ്പെട്ട ഏജൻസിയാണ് എന്നിരിക്കെ ഇതിൽ സ്കൂൾ അധികാരികൾക്ക് എന്ത് ചെയ്യാനാകുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. 6-ാം പ്രവൃത്തി ദിവസം ആധാർ നമ്പറുകൾ ഉൾപ്പെടുത്തിയതിന് പിന്നാലെ അത് അപ്ലോഡ് ചെയ്യുന്ന സമ്പൂർണ്ണ എന്ന സൈറ്റ് പ്രവർത്തനം നിർത്തും. കുട്ടികളെ വീണ്ടും ഉൾപ്പെടുത്തുന്നത് തടയാനാണ് ഇത്. തുടർന്ന് ആധാർ അനുസരിച്ച് നൽകിയ കുട്ടികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപക തസ്തിക നിർണയിക്കാനാണ് സർക്കാർ നീക്കം. ഇപ്പോഴത്തെ അറിയിപ്പനുസരിച്ച് തസ്തിക നിർണയം ജൂലൈ 15-നാണ് നടത്തുക. LP വിഭാഗത്തിലാണ് തലയെണ്ണലിൽ പ്രധാന പ്രശ്നം നേരിടേണ്ടി വരിക. അറബിക്ക്, കൊങ്കണി തുടങ്ങിയവയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞാൽ ആ സ്കൂളിൽ ഈ തസ്തിക ഇല്ലാതാവുമെന്ന ഭീഷണിയുണ്ട്. UP തുടങ്ങി മറ്റു വിദ്യാലയങ്ങളിൽ അറബിക്ക് സംസ്കൃതം, ഉറുദു, മലയാളം, തമിഴ്, കന്നഡ തുടങ്ങിയവ ഉപവിഷയങ്ങളായി എടുക്കണമെന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നതും തസ്തിക നഷ്ടത്തിന് കാരണമാവും. പ്രധാനാധ്യാപകർക്കാണ് ആധാർ തലയെണ്ണൽ വിഷയത്തിൽ തലവേദന. കുട്ടികൾ തികയാതെ തസ്തിക നഷ്ടം സംഭവിച്ചാൽ പ്രധാനാധ്യാപകർക്ക് ഉത്തരവാദിത്തമുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇതിന് കാരണം. 1-ാം ക്ലാസ് പ്രവേശനത്തിന് ആധാർ നിർബന്ധമല്ല. തലയെണ്ണൽ നടക്കുമ്പോഴും ആധാർ കിട്ടാത്ത കുട്ടികൾ അധികമാവുമെന്നും അവരെ പട്ടികയിൽ എങ്ങനെ ഉൾപ്പെടുത്തുമെന്നാണ് അധ്യാപകർ ചോദിക്കുന്നത്. കഴിഞ്ഞ മാസം ആദ്യം അപേക്ഷിച്ച് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് പോലും ഇതുവരെ ആധാർ ലഭിച്ചിട്ടില്ലെന്ന് അധ്യാപകർ പരാതിപ്പെടുന്നു. തലയെണ്ണലിൽ ആധാറിന് അപേക്ഷിച്ച് കാത്തിരിക്കുന്നവരെ ഉൾപ്പെടുത്താൻ നിർവാഹമില്ല. ആധാർ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിയുള്ളൂ എന്ന് കണക്കാക്കാനാവൂ എന്നാണ് സർക്കാർ നിലപാട്. തലയെണ്ണലിന് ശേഷവും അവസാന റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു കാലപരിധി ഉണ്ടാകണമെന്ന നിർദ്ദേശവും സ്വീകരിക്കപ്പെട്ടിട്ടില്ലെന്നും അധ്യാപകർ പരാതിപ്പെടുന്നു. അതേസമയം കുട്ടികളെ ആധാറിൽ ചേർക്കാൻ മുൻപുണ്ടായിരുന്ന പരിധി അധികൃതർ നീക്കിയിട്ടുണ്ട്. നവജാത ശിശുക്കളെ ഇപ്പോൾ ആധാറിൽ ഉൾപ്പെടുത്താമെന്ന ഭേദഗതിയും വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.